ഹലോ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2017 UPSC Prelims ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2017 Prelims ക്വസ്റ്റ്യൻ പേപ്പർ ഫസ്റ്റ് 20 ക്വസ്റ്റ്യൻസ് 1 to 20. ക്വസ്റ്റ്യൻ്റെ PDF ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു അപ്ഡേറ്റ്സ് മിസ്സാവാതിരിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: With reference to the Parliament of India, consider the following statements. A private member's bill is a bill presented by a member of Parliament who is not elected but only nominated by the President of India. Recently, a private member's bill has been passed in the Parliament of India for the first time in its history. Which of the statements given above is or are correct? One only, two only, both one and two, neither one nor two. ലക്ഷ്മികാന്തിൻ്റെ ബേസിക് റീഡിംഗ്, ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മാത്രം മതി പ്രൈവറ്റ് മെമ്പർ ബില്ല് എന്താണെന്ന് മനസ്സിലാക്കാനും അതുപോലെ പ്രൈവറ്റ് മെമ്പർ ബില്ല് നേരത്തെ പാസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനും. ലക്ഷ്മികാന്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. മിനിസ്റ്റേഴ്സ് അല്ലാത്തവരെല്ലാവരും പ്രൈവറ്റ് മെമ്പറായിട്ട് വരും. അതുപോലെ തന്നെ പ്രൈവറ്റ് മെമ്പർ ബില്ല് നേരത്തെ പാസ് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, ഇപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും തെറ്റാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഓപ്ഷൻ ഡി, നെയ്തർ വൺ നോർ ടു. Second question: With reference to a difference between culture of Rigvedic Aryans and Indus Valley people, which of the following statements is or are correct? Rigvedic Aryans used the coat of mail and helmet in warfare, whereas people of Indus Valley civilization did not leave any evidence of using them. Rigvedic Aryans knew gold, silver and copper, whereas Indus Valley people knew only copper and iron. Rigvedic Aryans had domesticated the horse, whereas there is no evidence of Indus Valley people having been aware of this animal. Select the correct answer using the code given below. 1 only, 2 and 3 only, 1 and 3 only, 1, 2 and 3. ഇതിൽ നമുക്ക് 3 വലിയ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഏത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പെട്ടെന്ന് നോക്കുക. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യാം. ഇൻഡസ് വാലി പീപ്പിൾ ന്യൂ ഓൺലി കോപ്പർ ആൻഡ് അയൺ. ഇൻഡസ് വാലി പീപ്പിളിന് അയൺ അറിയത്തേ ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ വെച്ച് തന്നെ നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്യാം. രണ്ട് ഓപ്ഷൻസ്, ഓപ്ഷൻ ബി ഓപ്ഷൻ ഡിയും പോവും. ഏതർ ഓപ്ഷൻ എ ഓർ ഓപ്ഷൻ സി. അപ്പോൾ 1 only അല്ലെങ്കിൽ 1 and 3 only, അത് രണ്ടേ ഉള്ളൂ. അപ്പോൾ 1 എന്തായാലും കറക്റ്റാണ്, 3 മാത്രം നോക്കിയാൽ മതി. Rigvedic Aryans had domesticated the horse, whereas there is no evidence of Indus Valley people having been aware of this animal. ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് ഡൗട്ടൊന്നും വരില്ല. Rigvedic Aryans had domesticated the horse. പക്ഷെ നമുക്ക് ഡൗട്ട് വരാൻ പോകുന്നത് there is no evidence of Indus Valley people having been aware of this animal എന്നാണ്. അതൊരു കോൺട്രവേഴ്ഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും NCERT ബേസ് ചെയ്ത ആൻസർ പോകുന്നതായിരിക്കും നല്ലത്. NCERTയിൽ അങ്ങനെ ഒരു കൃത്യമായിട്ടൊരു കാര്യം പറയുന്നില്ല ഹോഴ്സ് ഉള്ളതായിട്ട്. അഡ്വാൻസ് റിസർച്ചിലൊക്കെ ഹോഴ്സ് റിമൈൻസ് കണ്ടെത്തിയതായിട്ട് പറയുന്നുണ്ട്, പക്ഷേ അത് എവിടെയും കൺക്ലൂസീവായിട്ട് പ്രൂവൺ അല്ല. ഓക്കെ, അപ്പോൾ NCERT ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്കത് ശരിയെന്ന് തന്നെ പറയാൻ പറ്റും. ദർ ഇസ് നോ എവിഡൻസ് ഓഫ് ഹോഴ്സ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള സീലിലൊന്നും നമുക്ക് ഹോഴ്സിനെ കാണാൻ പറ്റില്ല. അപ്പോൾ കൃത്യമായിട്ടൊരു എവിഡൻസ് നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ 1 and 3 only. Second question, option C, 1 and 3 only. Third question: Recognition of prior learning scheme is sometimes mentioned in the news with reference to certifying the skills acquired by construction workers through traditional channels, enrolling the persons in universities for distance learning programs, reserving some skilled jobs to rural and urban poor in some public sector undertakings, certifying the skills acquired by trainee under the National Skill Development Program. റെക്കഗ്നീഷൻ ഓഫ് പ്രയർ ലേണിംഗ് സ്കീമാണ് പറയുന്നത്. കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് വായിക്കുന്ന ഒരാൾക്ക് ഇത് ആ സമയത്ത് ന്യൂസിൽ എപ്പോഴും വന്നിട്ടുള്ളതാണ്. സ്കിൽ ഡെവലപ്മെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, സ്കിൽ ഡെവലപ്മെൻറ്റുമായിട്ടും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പറയുന്നത് റെക്കഗ്നീഷൻ ഓഫ് പ്രയർ ലേണിംഗ് സ്കീം. അപ്പോൾ നേരത്തെ പഠിച്ചിട്ടുള്ള ലേണിങ്ങിനെ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി എന്തായാലും വരില്ല. ഓപ്ഷൻ ബി ഇനി ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിനാണ് പറയുന്നത്. ഓപ്ഷൻ സി, റിസർവിങ് സം സ്കിൽ ജോബ്സ് ടു റൂറൽ ആൻഡ് അർബൻ പുവർ ഇൻ സം പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്. അതും പ്രയറായിട്ട് ലേൺ ചെയ്തൊന്നും റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. അപ്പം റെക്കഗ്നൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എയോ ഓപ്ഷൻ ഡിയോ വരാനാണ് സാധ്യത കൂടുതൽ. അതിനകത്തും ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ ആ വേർഡിൽ നിന്ന് അറ്റ്ലീസ്റ്റ് 50-50 കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ലോജിക്ക് എപ്പോഴും ഉപയോഗിക്കുക. 3, ഓപ്ഷൻ എ. Fourth question: From the ecological point of view, which one of the following assumes importance in being a good link between Eastern Ghats and Western Ghats? Eastern Ghats ഉം Western Ghats ഉം തമ്മിലുള്ള എക്കോളജിക്കൽ ആയിട്ടുള്ള ലിങ്ക് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈസ്റ്റേൺ ഗട്ട്സും വെസ്റ്റേൺ ഗട്ട്സും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം അത് നീൽഗിരി മൗണ്ടൻസിലാണ് വന്ന് ഹിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നീൽഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും ഒന്നായിരിക്കും ഓപ്ഷനിൽ വരിക. സത്യമംഗലം, നല്ലമല, നാഗർഹോളെ, ശേഷാചലം. അപ്പം നീൽഗിരി എന്ന് പറയുന്നത് തമിഴ്നാടും കേരളവും കർണാടകയുടെ ആ ഒരു സൈഡിലാണ് വരിക. ഓക്കെ, അപ്പോൾ തന്നെ ഓപ്ഷൻ ബി ഓപ്ഷൻ ഡി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. നല്ലമലയും ശേഷാചലം എവിടെയാണ്?
ആന്ധ്ര സൈഡാണ്. ആ 2 ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഓപ്ഷൻ എയും ഓപ്ഷൻ സി ഉള്ളൂ, സത്യമംഗലവും നാഗർഹോളയും. അതിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും പറയാൻ പറ്റുന്ന ഓപ്ഷൻ എ ആണ് സത്യമംഗലം. കാരണം നാഗർഹോള കുറച്ചും കൂടെ കർണാടകയിലാണ് കംപ്ലീറ്റ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, കമ്പാരിറ്റീവ്ലി ഓപ്ഷൻ എയിലും സിയിലും ശരിയാവാൻ സാധ്യത സത്യമംഗലമാണ്. സത്യമംഗലം വനത്തിലൂടെയാണ് ആ ഒരു ട്രാൻസിഷൻ വരുന്നത്. ഓപ്ഷൻ എ. ഫോർത്ത് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ. Fifth question, one of the implications of equality in society is the absence of. സൊസൈറ്റിയിൽ ഇക്വാളിറ്റി വരണമെങ്കിൽ എന്ത് ആബ്സെൻ്റ് ആയിരിക്കണം? പ്രിവിലേജസ്, റെസ്ട്രെയിൻസ്, കോമ്പറ്റീഷൻ, ഐഡിയോളജി. സൊസൈറ്റിയിൽ ഇക്വാളിറ്റി വരണമെങ്കിൽ ആർക്കും അൺഈക്വൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വരാൻ പാടില്ല. അപ്പോൾ ആർക്കും എന്ത് വരാൻ പാടില്ല? പ്രിവിലേജസ് വരാൻ പാടില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളുടെ ഒരു കോമൺ തോട്ട് വെച്ച് തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ. Sixth question, consider the following statements in respect of trade-related analysis of fauna and flora in commerce. Traffic. Traffic is a bureau under United Nations Environment Program. Mission of traffic is to ensure that trade in wild plants and animals is not a threat to the conservation of nature. Which of the above statements is or are correct? One only, two only, both one and two, neither one nor two. നിങ്ങൾക്ക് ട്രാഫിക്കിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ടെക്സ്റ്റിലെല്ലാം കൊടുത്തിട്ടുണ്ട്. ട്രാഫിക് ഒരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ആയിട്ടാണ് പറയുന്നത്. നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ ഒരിക്കലും അതെന്തിൻ്റെ ഇനിഷ്യേറ്റീവ് ആയിരിക്കില്ല? UNEPയുടെ അടിയിൽ വരുന്ന ഒരു ബ്യൂറോ ആയിരിക്കില്ല. ആ ഒരു ലോജിക്ക് മതി. UNEP എന്ന് പറയുന്ന ഒരു ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ, UN പോലെയുള്ള ഒരു ബോഡിയുടെ ഓർഗനൈസേഷനാണ്. ഒരു NGO ഒരിക്കലും ഒരു ഇൻ്റർ ഗവൺമെൻറ്റൽ ബോഡിക്കകത്ത് ബ്യൂറോ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ച് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്യാം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഭയങ്കര ഡയറക്റ്റ് ആണ്. മിഷൻ ഓഫ് ട്രാഫിക് ഈസ് ടു എൻഷുർ ദാറ്റ് ട്രേഡ് ഇൻ വൈൽഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഈസ് നോട്ട് എ ത്രെറ്റ് ടു കൺസർവേഷൻ ഓഫ് നേച്ചർ. ഭയങ്കര ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ കറക്റ്റ്, ഫസ്റ്റ് തെറ്റാണ്. ഇന്റർ ഗവൺമെന്റിൽ നോൺ ഗവൺമെന്റിൽ തമ്മിലുള്ള വ്യത്യാസം അറിയാമെങ്കിൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് വരാം. സിക്സ്ത് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി, 2 only. Seventh question, which principle among the following was added to DPSP by the 42nd Amendment to Constitution? Equal pay for equal work for both men and women, participation of workers in the management of industries, right to work, education and public assistance, securing living wage and human conditions of work to workers. ഡയറക്റ്റ് ലക്ഷ്മികാന്ത് ആണ്. ലക്ഷ്മികാന്തിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓപ്ഷൻ ബി ആണ്, പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദ മാനേജ്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ്. ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സെവൻത് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി. എയ്ത്ത് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് കറക്റ്റ്? Rights are claims of the state against the citizens. Rights are privileges which are incorporated in the constitution of a state. Rights are claims of the citizens against the state. Rights are privileges of a few citizens against the many. സ്റ്റേറ്റ്മെന്റ് എടുക്കുക, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. നമുക്ക് റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണെന്ന് അറിയാം. ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒരു സിറ്റിസന്റെ റൈറ്റ് ആണ്. അതിലേക്ക് ആരെങ്കിലും എൻക്രോച്ച് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെതിരെ നമുക്ക് ജുഡീഷ്യൽ മെക്കാനിസം വഴി നമുക്ക് റെമഡീസ് ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ റെമഡീസ് ഉണ്ട്. അപ്പോൾ റൈറ്റ്സ് കൊണ്ട് ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ക്ലെയിമാണ്, ഒരു സിറ്റിസൻ്റെ ഇൻഡിവിജ്വൽ ക്ലെയിമാണ്. ഓരോ സിറ്റിസൺസിനും റൈറ്റ്സ് ഉണ്ട്, അത് സ്റ്റേറ്റിനെതിരെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റിൽ ഓപ്ഷൻ സി ആണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരിക. ഓപ്ഷൻ എ നേരെ തിരിച്ചാണ് കൊടുത്തേക്കുന്നത്, ക്ലെയിംസ് ഓഫ് എ സ്റ്റേറ്റ് അഗൈൻസ്റ്റ് സിറ്റിസൺസ് എന്നാണ് പറയുന്നത്. അതിനേക്കാളും ബെറ്റർ സ്യൂട്ടഡ് ഓപ്ഷൻ സി ആണ്. അതുപോലെ തന്നെ ഓപ്ഷൻ ഡി, റൈറ്റ്സ് ആർ പ്രിവിലേജസ് ഓഫ് എ ഫ്യൂ സിറ്റിസൺസ് അഗൈൻസ്റ്റ് ദ മെനി. അങ്ങനെയല്ല, എല്ലാ സിറ്റിസൺസിനും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് റൈറ്റ്സ്. അപ്പം ലീസ്റ്റ് ലൈക്ലി ആയിട്ടുള്ള ഓപ്ഷൻ ഡി പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യുക, ഓപ്ഷൻ എ പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യുക, പിന്നെ ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും. അതിൽ രണ്ടിലുമാണ് നിങ്ങൾക്ക് ഡൗട്ട് വരാൻ തോന്നുക. അതിൽ കുറച്ചും കൂടെ ബെറ്റർ സ്യൂട്ടഡ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. 8 ഓപ്ഷൻ സി. 9th question, which of the following gives global gender gap index ranking to the countries of the world? World Economic Forum, UNHRC, UN Women, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. റിപ്പോർട്ട്സ് പഠിക്കേണ്ടത് നിർബന്ധമായിട്ട് പഠിക്കണം. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ഇൻഡെക്സ് ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ഡയറക്റ്റ് കിട്ടേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. 9th ഓപ്ഷൻ എ, വേൾഡ് എക്കണോമിക് ഫോറം. 10th question, which of the following statements is or are correct regarding Smart India Hackathon 2017? It is a centrally sponsored scheme for developing every city of our country into smart cities in a decade. It is an initiative to identify new digital technology innovations for solving the many problems faced by our country. It is a program aimed at making all the financial transactions in our country completely digital in a decade. Select the correct answer using the code given below. 1 and 3 only, 2 only, 3 only, 2 and 3 only. ഇത് 2017 പ്രിലിംസ് നടക്കുന്ന സമയത്ത് കറണ്ട് അഫയേഴ്സിൽ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് അറിയത്തില്ലെങ്കിൽ പോലും ഇപ്പോഴും നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അത് UPSCയുടെ സ്റ്റേറ്റ്മെന്റ് ഫ്രെയിം ചെയ്യുന്നതിൻ്റെ ഗുണമാണ്. ഇതിൽ ഒരു ഡെക്കേഡിനുള്ളിൽ ഇന്ത്യയിലെ കംപ്ലീറ്റ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആക്കണം എന്നാണ് പറയുന്നത്. ഒരിക്കലും അത് നടക്കില്ല, ശരിയല്ലേ?
അപ്പോൾ അങ്ങനെ ഒരു സംഭവം എന്തായാലും നടക്കാനുള്ള പോസിബിലിറ്റി കുറവാണ്. 3 എലിമിനേറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് വരാൻ പറ്റും. 2 ഉള്ളി ഓപ്ഷൻ ബിയിലേക്ക് വരാൻ പറ്റും. ഇതല്ല കറണ്ട് അഫയേഴ്സ് ഇത് നിങ്ങൾ ആ വർഷത്തെ പ്രിലിംസ് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടും. കാരണം ഇത് ആ സമയത്ത് കറണ്ട് അഫയേഴ്സിൽ ഒരുപാട് ഉണ്ടായിരുന്നതാണ്. സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ എന്ന് പറയുന്നത് പുതിയ പ്രോബ്ലംസ്, നമ്മുടെ കൺട്രി ഫേസ് ചെയ്യുന്ന പുതിയ പുതിയ പ്രോബ്ലംസിന് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് സജസ്റ്റ് ചെയ്യുക എന്നൊരു ഐഡിയ വെച്ച് കൊണ്ടുവന്നതാണ്. 10 ഓപ്ഷൻ ബി 2 ഉള്ളി. 11 which of the following statements is or are correct regarding the Monetary Policy Committee? It decides the RBI's benchmark interest rate. It is a 12-member body including Governor of RBI and is reconstituted every year. It functions under chairmanship of Union Finance Minister. Select the correct answer using the code given below. 1 only, 1 and 2 only, 3 only, 2 and 3 only. ഇതും ആ സമയത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്താൽ തന്നെ കിട്ടുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. RBI ഗവർണറുടെ കീഴിലുള്ള ഒരു ബോഡിയാണ്. 3 അവിടെ തന്നെ തെറ്റി. 3 തെറ്റിയാൽ തന്നെ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും പോയി. പിന്നെ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയേ ഉള്ളൂ. അതിൽ 1 ഉള്ളിയും 1 and 2 ഉള്ളിയും. 1 അപ്പോൾ എന്തായാലും കറക്റ്റാണെന്ന് മനസ്സിലായി. സെക്കൻഡ് ശരിയാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഇറ്റ് ഈസ് എ 12-member ബോഡി. അവിടെ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്ത് തന്നെ കിട്ടും. അത് 6-member ബോഡിയായിട്ടുള്ളൊരു ബോഡിയാണ്. ഈക്വൽ മെമ്പേഴ്സ് ഫ്രോം RBI ആൻഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. 2 തെറ്റിയാൽ തന്നെ ആൻസർ വരും 1 ഉള്ളി. 11 ഓപ്ഷൻ എ 1 ഉള്ളി. 12th question. With reference to Manipuri Sankirtanas, consider the following statements. It is a song and dance performance. Cymbals are the only musical instruments used in the performance. It is performed to narrate the life and deeds of Lord Krishna. Which of the statements given above is or are correct? 1, 2 and 3, 1 and 3 only, 2 and 3 only, 1 only. മണിപ്പൂരി സങ്കീർത്തനാസ് പഠിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കണ്ട. സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, സിംബൽസ് ആർ ദ only musical instruments യൂസ്ഡ് ഇൻ ദ പെർഫോമൻസ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന ഒരു സോങ് ആൻഡ് ഡാൻസ് പെർഫോമൻസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പം മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ആർട്ട് ഫോം ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അത് ശരിയാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. 2 തെറ്റിയാൽ തന്നെ എയ്തർ 1 and 3 ഉള്ളി അല്ലെങ്കിൽ 1 ഉള്ളി. ഓക്കെ, നിങ്ങൾക്ക് 50-50 ക്വസ്റ്റ്യൻ എത്തിക്കാൻ പറ്റും. ഓക്കെ, ആ ഒരു രീതിയിൽ നിങ്ങൾ ഐഡിയ കൊണ്ടുവരിക. ലീസ്റ്റ് ലൈക്ലി ആയിട്ടുള്ളത് ഏതാണെന്ന് വെച്ചാൽ എലിമിനേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തായാലും ശരിയാണെന്ന് എന്തെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടുവാണെങ്കിൽ അത് ടിക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുക. 12th question ഓപ്ഷൻ ബി 1 and 3 ഉള്ളി. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് കുറച്ച് ഡയറക്റ്റ് അറിഞ്ഞിരിക്കണം, എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 50-50 എത്തിക്കാൻ പറ്റും. 13th question. Who among the following was or were associated with the introduction of right-wary settlement in India during British rule? Lord Cornwallis, Alexander Reed, Thomas Munro. Select the correct answer using the code given below. 1 only, 1 and 3 only, 2 and 3 only, 1, 2 and 3. നിങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടുന്നൊരു ക്വസ്റ്റ്യനാണ്. ലോർഡ് കോൺവാലിസ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ 1 എലിമിനേറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആൻസർ എത്തും. 13 ഓപ്ഷൻ സി. അലക്സാണ്ടർ റീഡും തോമസ് മുണ്ടറും നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അതാണ് UPSCയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രെയിമിങ്ങിൻ്റെ ഗുണവും. നിങ്ങൾ ടെൻഷൻ അടിക്കാതെ കൂളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആകാൻ പറ്റും എന്ന് പറയുന്നതിൻ്റെ കാരണവും. 13 ഓപ്ഷൻ സി 2 and 3 only. 14th question. In the context of solving pollution problems, what is or are the advantages of bioremediation technique? It is a technique for cleaning up pollution by enhancing the same biodegradation process that occurs in nature. Any contaminant with heavy metals such as cadmium and lead can be readily and completely treated by bioremediation using microorganisms. Genetic engineering can be used to create microorganisms specifically designed for bioremediation. Select the correct answer. 1 only, 2 and 3 only, 1 and 3 only, 1, 2 and 3. 3 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വായിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവില്ല എന്താണെന്ന്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഡൗട്ട് വരുന്ന സാധനം തൽക്കാലം മാറ്റി വെക്കുക. എന്നിട്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരിക. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിലും പറയുന്നത് ഹെവി മെറ്റൽ കണ്ടാമിനൻറ്റ് ലൈക്ക് കാഡ്മിയം ആൻഡ് ലെഡ് ക്യാൻ ബി റെഡിലി ആൻഡ് കംപ്ലീറ്റ്ലി ട്രീറ്റഡ്. അപ്പോൾ തന്നെ കംപ്ലീറ്റ്ലി ആയിട്ട് അത് ട്രീറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത് യൂസിങ് ബയോറെമഡിയേഷൻ. ബയോറെമഡിയേഷൻ നമുക്കറിയാം മൈക്രോ ഓർഗാനിസംസ് വെച്ച് ചെയ്യുന്നതാണ്. ഒരു സാധനം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കംപ്ലീറ്റ്ലി ട്രീറ്റ് ചെയ്ത് ശരിയാക്കാൻ പറ്റത്തില്ല. ആ ഒരു ഐഡിയ വെച്ച് തന്നെ നമുക്ക് സെക്കൻഡ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സെക്കൻഡ് എലിമിനേറ്റ് ചെയ്താൽ നമുക്ക് 2 ഓപ്ഷനേ ഉള്ളൂ, 1 ഉള്ളിയും 1 and 3 ഉള്ളിയും. അപ്പോൾ 1 എന്തായാലും ശരിയായി. അപ്പം നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് 1 കുറിച്ച് ആലോചിക്കേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. തേർഡ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വായിക്കാം. Genetic engineering can be used to create microorganisms specifically designed for bioremediation. Genetic engineering, ജീനിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് മൈക്രോ ഓർഗാനിസംസിൻ്റെ പ്രോപ്പർട്ടി എൻഹാൻസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെയും ടെക്നോളജിയുടെ ആ ബേസിക് ലോജിക്ക് ആലോചിക്കുക. ടെക്നോളജി ഉപയോഗിച്ച് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ജനറ്റിക് എഞ്ചിനീയറിങ്ങിന് അതിൻ്റെതായ യൂസ് ഉണ്ടാവും. ഓക്കെ,
അപ്പം 3യും ശരിയാവാനാണ് ചാൻസ്. അപ്പോൾ 1 and 3 only, ഓപ്ഷൻ സി. 15th question. Trade Disputes Act of 1929 provided for participation of workers in the management of industries, arbitrary powers to the management to quell industrial disputes, an intervention by British court in the event of a trade dispute, a system of tribunals and a ban on strikes. Trade Dispute Act ആണെന്നും പറയുന്നുണ്ട്, 1929 ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ പ്രീ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ആണ്. പ്രീ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം. കാരണം അത് ലക്ഷ്മികാന്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 42nd അമെൻമെന്റ് ആക്ട് വഴിയാണ് വന്നേക്കുന്നത്. അതുമാത്രമല്ല 42nd അമെൻമെന്റ് അല്ലെങ്കിൽ പ്രീ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ ഒരിക്കലും എന്താകത്തില്ല, ലേബർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആക്ട് ആയിരിക്കത്തില്ല. ബ്രിട്ടീഷുകാരുടെ ഇൻട്രസ്റ്റ് സെർവ് ചെയ്യുന്ന ആക്ട് ആയിരിക്കും. അപ്പം ബ്രിട്ടീഷുകാരുടെ ഇൻട്രസ്റ്റ് സെർവ് ചെയ്യുന്ന കുറച്ച് റിഗ്രസീവ് ആയിട്ടുള്ള മെഷേഴ്സ് ആവാനാണ് ചാൻസ്. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള മെഷറാണ്. ഓക്കെ, ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും ആണ് കുറച്ച് റിഗ്രസീവ് ആയിട്ടുള്ള മെഷർ. അതിലേതെങ്കിലും ഒന്നേ ആൻസർ വരത്തുള്ളൂ, ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും. ഓക്കെ, അതിനകത്ത് നിങ്ങൾ അറിയേണ്ടത് 1929 ഒരു സ്ട്രൈക്ക് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു, ഒരു ഫേമസ് സ്ട്രൈക്ക് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫേമസ് സ്ട്രൈക്കിനെതിരെ പിന്നീട് ഒരുപാട് പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള സ്ട്രൈക്കുകൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പിന്നീട് സ്ട്രൈക്കുകൾ ബാൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് ഡിമാൻഡ് വന്നു. ട്രേഡ് ഡിസ്പ്യൂട്ട്സ് ആക്ട് ഓഫ് 1929 ആ സമയത്ത് പാസ് ചെയ്തു. 15 ഓപ്ഷൻ ഡി. 16. Local self-government can be best explained as an exercise in federalism, democratic decentralization, administrative delegation, direct democracy. Local self-government എന്തിൻ്റെ റിയലൈസേഷൻ ആണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ. 17th question. Consider the following statements. With reference to Constitution of India, DPSP constitute limitations upon legislative function, executive function. Which of the above statements is or are correct? 1 only, 2 only, both 1 and 2, neither 1 nor. DPSP എന്തിനൊക്കെയാണ് ലിമിറ്റേഷൻസ് കൊടുക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. DPSP ആക്ച്വലി എന്തല്ല, ഒരു ജസ്റ്റിസേബിൾ ആയിട്ടുള്ള റൈറ്റ് അല്ല. അതുകൊണ്ട് തന്നെ അത് ഒന്നിന്റെ മേളിലും ലിമിറ്റേഷൻസ് കൊണ്ടുവരുന്നില്ല. പക്ഷേ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒരു ജസ്റ്റിസേബിൾ ആയിട്ടുള്ള റൈറ്റ് ആണ്. അത് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോർട്ടിൽ റെമഡി തരാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എപ്പോഴും ഒരു ലിമിറ്റേഷൻ ആയിരിക്കും. DPSP ഒരിക്കലും ഒരു ലിമിറ്റേഷൻ അല്ല. അപ്പം രണ്ടും തെറ്റാണ്. ഓപ്ഷൻ ഡി, നെയ്തർ 1 nor 2. 17 ഓപ്ഷൻ ഡി. 18. The term digital single market strategy seen in the news refers to ASEAN, BRICS, EU, G20. നമ്മളിത് കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ ആലോചിക്കുക. The term digital single market strategy. ഓക്കെ, അതിൽ പറഞ്ഞേക്കുന്നത് ഡിജിറ്റൽ സിംഗിൾ മാർക്കറ്റ് എന്നുള്ളൊരു ഐഡിയ ആണ്. ഓക്കെ, അപ്പോൾ സിംഗിൾ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ്, ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ഉള്ള ഒരു എക്കണോമി അല്ലെങ്കിൽ അങ്ങനെ ഉള്ളൊരു ഓർഗനൈസേഷനെ ഡിജിറ്റൽ സിംഗിൾ മാർക്കറ്റിനെ കുറിച്ച് ആലോചിക്കാനുള്ള സാധ്യതയുള്ളൂ. ASEAN, BRICS, EU, G20 ഇതിൽ ഏറ്റവും ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ഉള്ളത് EUവിന് തന്നെയാണ്. അപ്പോൾ അവരെ എന്ത് ചെയ്യത്തുള്ളൂ, ഡിജിറ്റൽ സിംഗിൾ മാർക്കറ്റ് സ്ട്രാറ്റജിയെ കുറിച്ച് ആലോചിക്കാൻ പോകാൻ ചാൻസ് ഉള്ളൂ. 18 ഓപ്ഷൻ സി, EU. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 19. At one of the places in India, if you stand on the seashore and watch the sea, you will find that the seawater recedes from the shoreline a few kilometers and comes back to the shore twice a day, and you can actually walk on the seafloor when the water recedes. This unique phenomenon is seen at Bhavnagar, ഭീമുനിപട്ടണം, ചന്ദിപ്പൂർ, നാഗപട്ടണം. പ്ലേസിന്റെ സ്പെഷ്യാലിറ്റി എടുത്താണ് ചോദിച്ചേക്കുന്നത്. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഉണ്ടാവും. അപ്പം അതിനകത്ത് കാര്യമായിട്ട് നമുക്ക് ലോജിക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അറിയാമെങ്കിൽ അറിയാം, അത്രേ ഉള്ളൂ. ഇത് ഓപ്ഷൻ സി ആണ്, 19 ഓപ്ഷൻ സി, ചന്ദിപ്പൂർ. 20th question. With reference to the prohibition of Binami Property Transactions Act 1988, consider the following statements. A property transaction is not treated as a Binami transaction if the owner of the property is not aware of the transaction. Properties held Binami are liable for confiscation by the government. The Act provided for 3 authorities for investigation but does not provide for any appellate mechanism. Which of the statements given above is or are correct? 1 only, 2 only, 1 and 3 only, 2 and 3 only. സപ്പോസ് പ്രൊഹിബിഷൻ ഓഫ് ബിനാമി പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ ആക്ടിനെ കുറിച്ച് പഠിച്ചിട്ടില്ലെന്ന് വെച്ചു, എന്നാൽ പോലും നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് 1-2 ആൻസറിലേക്ക്, ഓപ്ഷൻസിലേക്ക് നാരോ ഡൗൺ ചെയ്യാൻ പറ്റും. കാരണം സ്റ്റേറ്റ്മെന്റ് 3 പറയുന്നത് ദ ആക്ട് പ്രൊവൈഡ്സ് ഫോർ 3 അതോറിറ്റീസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻസ് ബട്ട് ഡസ് നോട്ട് പ്രൊവൈഡ് ഫോർ എനി അപ്പലേറ്റ് മെക്കാനിസം. അത് ഭയങ്കര ലെസ് ലൈക്ലി ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ്. ഒരു അപ്പലേറ്റ് മെക്കാനിസം വരാതിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എപ്പോഴും ഒരു ആക്ടിനകത്ത് ഒരു അപ്പലേറ്റ് അതോറിറ്റി ഉണ്ടാവാനാണ് സാധ്യത. ഓക്കെ, 3 എലിമിനേറ്റ് ചെയ്താൽ തന്നെ 2 ഓപ്ഷൻ പോയി. പിന്നെ എയ്തർ 1 only അല്ലെങ്കിൽ 2 only. അതിൽ വരാനുള്ള സാധ്യത കൂടുതൽ ലൈക്ലി ആയിട്ട് വരുന്നത് ഓപ്ഷൻ 2 തന്നെയാണ്. പ്രോപ്പർട്ടീസ് ഹെൽഡ് ബിനാമി ആർ ലയബിൾ ഫോർ കോൺഫിസ്കേഷൻ ബൈ ദ ഗവൺമെന്റ്. ബിനാമി ആയിട്ട് ഹെൽഡ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും പ്രോപ്പർട്ടി ആണെങ്കിൽ അത്
ഗവൺമെൻറ് അറ്റാച്ച് ചെയ്ത് കോൺഫിസ്കേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന്. അതെന്തായാലും ചെയ്യാൻ നമ്മൾ കോമൺ ആയിട്ട് കാണുന്നൊരു കാര്യമാണ്. ശരിയല്ലേ? അപ്പോൾ തന്നെ 2 എന്തായാലും ശരിയാണ്. ഓപ്ഷൻ ബി 2 only. ഇന്നത്തെ ഡിസ്കഷൻ കഴിഞ്ഞു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.